ഹായ്, ഇന്ന് നമുക്കൊരു അമേരിക്കൻ ഇറോട്ടിക് ത്രില്ലർ ചിത്രത്തെ പരിചയപ്പെടാം. ഇറോട്ടിക് എന്നൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് വെറും ഇറോട്ടിക് കാഴ്ചകൾ മാത്രമുള്ള സിനിമ ആയിരിക്കും എന്ന് ഓർക്കണ്ട. മറിച്ച് നമ്മുടെ ത്രില്ലർ സിനിമ പ്രേമികൾക്ക് അത്യാവശ്യം ട്രീറ്റ് ആയിട്ട് മാറുന്ന തരത്തിലുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ കഥയ്ക്കുള്ളിൽ വരുന്ന തരത്തിലുള്ള ഒരു ത്രില്ലർ ചിത്രമാണിത്. ഈ ഒരു സിനിമ മൂവി മിറർ എന്ന് പറയുന്ന പേജിൽ പരിഭാഷ നടത്തിയിട്ടുണ്ട്. പരിഭാഷ നമ്പർ എന്നുള്ള 510 എന്നുള്ളതാണ്. അതുപോലെ പരിഭാഷകൻ്റെ പേരെന്നുള്ള ജിനറ്റ് തോമസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഒരു സിനിമയുടെ പേര് പറയാം. സിനിമയുടെ പേര് വൈൽഡ് തിങ്സ്. 1998 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ അമേരിക്കൻ ഇറോട്ടിക് ത്രില്ലർ ചിത്രത്തിന്റെ കഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സിനിമയിലെ കഥാനായകന്റെ പേര് സാം എന്നുള്ളതാണ്. ഇനി സാമിന്റെ പരിപാടി അല്ലെങ്കിൽ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഹൈസ്കൂൾ ഗൈഡൻസ് കൗൺസിലറൊക്കെയാണ്. എന്തായാലും ഈ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ഒരു ഹൈസ്കൂളിൽ ഒരു വിദ്യാർത്ഥിനിയുണ്ട്. വിദ്യാർത്ഥിനിയുടെ പേരെന്നുള്ളത് കെല്ലി എന്നുള്ളതാണ്. അവളൊരു ദിവസം നമ്മളുടെ ഈ ഒരു അധ്യാപകനായിട്ടുള്ള നായകനെതിരെ ഒരു ആക്ഷേപം പറയുകയാണ്. അത് അദ്ദേഹം ഈ ഒരു കെല്ലിയെ റേപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ആ ഒരു ആക്ഷേപം പറയുന്നത്. തുടർന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് പിന്നീട് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. സിനിമയുടെ ഒരു കഥ എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ എന്ത് വിചാരിക്കുന്നോ ആ ഒരു രീതിയിലായിരിക്കില്ല ഈ ഒരു സിനിമയുടെ കഥ പോവുക. അത് കേവലം ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊരു ഇറോട്ടിക് ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു സിനിമയാണെങ്കിലും അത്തരത്തിലുള്ള കാഴ്ചകൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമയാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള കാഴ്ചകൾ നല്ല രീതിയിലുണ്ട്. പക്ഷേ അതിനോടൊത്ത് തന്നെ നല്ല രീതിയിൽ കഥയും റൈറ്റിങ്ങിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രേക്ഷകരെ ആകാംക്ഷയോടെ നോക്കിയിരുത്തുന്ന രീതിയിൽ ആ ഒരു കഥ മുന്നോട്ട് പ്രസന്റ് ചെയ്തു പോകുന്നു എന്നുള്ളിടത്താണ് ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു വിജയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് ആണ് നമ്മളിലേക്ക് നൽകുന്നത്. എസ്പെഷ്യലി ഇൻട്രോയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു കിടിലൻ ടിസ്റ്റ് കൊണ്ടുവെക്കുന്നു. അതിനുശേഷം സിനിമ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ടേൺസ് ഒക്കെ സൃഷ്ടിച്ചു പോകുന്നു. ഇതിനിടയിൽ ക്ലൈമാക്സോടൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത അടുത്ത ടിസ്റ്റിലേക്ക് പോകുന്നു. അതിനുശേഷം വീണ്ടും ടിസ്റ്റ് പോകുന്നു. അത് ക്ലൈമാക്സോട് എത്തി കഴിയുമ്പോൾ ചറവറ ടിച്ച് എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും. അത്യാവശ്യം സർപ്രൈസിങ് ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് ഒക്കെ നൽകുന്ന ഒരു കഥാഗതി ഉണ്ടായിരുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു വൈൽഡ് തിങ്സ് എന്നുള്ളത്. കൂടാതെ മികച്ച പ്രകടനങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സിനിമയിൽ ആസ്വദിക്കാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് മാറ്റ് ഡില്ലൻ ആണ്. അദ്ദേഹത്തിന്റെ പ്രകടനമായിട്ട് അതുപോലെ റേ എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടർ ക്യാരക്ടർ ഉണ്ട് ഈ ഒരു കഥാപരിസരത്തിനുള്ളിൽ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട്. ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന കെവിൻ ആണ്. അതുപോലെ നെവ് കാബെൽ എന്ന് പറയുന്ന ആക്ട്രസ് ആണ്. ഇതിനകത്ത് 2 നായികമാരുണ്ട്. അതിലൊരു മെയിൻ ഹീറോയിൻ ആ ഒരു ആക്ട്രസ് ആണ്. അതുപോലെ തന്നെ ഡെനിസ് റിച്ചാർഡ് എന്ന് പറയുന്ന ആക്ട്രസ് ആണ് ആ ഒരു കെല്ലി എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ മികച്ച പ്രകടനങ്ങൾ കൊണ്ടും അത്യാവശ്യം നിങ്ങളെ ഈ ഒരു സിനിമ സാറ്റിസ്ഫൈ ചെയ്യിക്കും എന്നുള്ളതാണ് വസ്തുത എന്നുള്ളത്. കൂടാതെ ഇതിന്റെ ടെക്നിക്കൽ വശത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് മ്യൂസിക് വർക്കൊക്കെ തന്നെ ഗംഭീരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫി കാഴ്ച ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഓവറോൾ ടെക്നിക്കൽ ക്വാളിറ്റി എന്തായാലും കാണില്ല, അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആസ്വദിച്ചറിയാൻ സാധിക്കും. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നിറഞ്ഞ, അതും പ്ലോട്ട് ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ ഒരു കഥാഗതിയുള്ള ഒരു ത്രില്ലർ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടൊന്ന് പോയി കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഇറോട്ടിക് ഫിലിമാണ്. സോ നിങ്ങൾ മെച്യൂർ ആയിട്ടുള്ളവർ മാത്രം കാണുക. ഫാമിലി ആയിട്ട് നിങ്ങൾ ആലോചിക്കുക പോലും വേണ്ട. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് കാണും. അത് ഞാൻ ഇവിടെ ഓപ്പൺ ആയിട്ട് പറയുന്നു. അതായത് സെക്ഷുവൽ കണ്ടന്റ്, അസഭ്യമായിട്ടുള്ള കുറേ സംഭാഷണങ്ങൾ, ഇങ്ങനെയൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ സിനിമ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് തനിച്ചൊക്കെ ഇരുന്ന് മെച്യൂർ ആയിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് തനിച്ചിരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. നിങ്ങൾ അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന കുറേ സംഭവവികാസങ്ങൾ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാണും. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 7 out of 10 ആണ് നൽകുന്നത്. 10-7. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.